ഹലോ ഗായ്സ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോവാണ്. ഇന്ന് എന്റെ വീട്ടിലേക്ക് പോവാണ്. എന്റെ വീട് വെച്ചാല് ഞാൻ താമസിക്കുന്ന ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ചേളന്നൂരാണ്. അപ്പൊ ചേളന്നൂർ പള്ളിപ്പോയിൽ. അപ്പൊ നമ്മളെ ഫാമിലി ആയിരിക്കും ഇന്ന് അവിടെ പോവാണ്. വെക്കേഷനാണ്, 2 ദിവസം അവിടെ. അത് കഴിഞ്ഞിട്ട് നാളെ ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പൊ നാളത്തേക്ക് ബുക്ക് ചെയ്തതാണ്. അത് കുറച്ച് പോവാണ്ട് വരും. 10-30 കിലോമീറ്റർ ഇവിടുന്ന് പോവാൻ ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ നാളെ മക്കളെ ഉമ്മന്റെ അടുത്താക്കിയിട്ട് അങ്ങനെ അവിടുന്ന് പോവാന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാരും പോവാണ്, പോണ തിരക്കിലാണ്. വാ, നമ്മളെവിടെയൊക്കെ പോണേ? പള്ളിപ്പോയിലേക്ക് എന്തിന്? യുവാനെ കാണാൻ. ഒപ്പന്നെ കാണണ്ടേ? യുവാന് പറഞ്ഞത് നമ്മുടെ അനിയന്റെ മോനാണ്. അപ്പൊ അവന് 2 വയസ്സായിട്ടുള്ളൂ. അവനൊക്കെ ഇതിന് വീഡിയോയിൽ കാണിച്ചു തരുന്നു. ഓക്കെ, നമ്മളെല്ലാരും കാണാം. പോരി പോവാ. അപ്പൊ നമ്മള് പോവാണ് പിന്നെ ഭയങ്കര ഇതാണ്, ഡിലാണ്. അപ്പൊ നമ്മള് പോയിട്ട് നാളെ വരും. അപ്പൊ എല്ലാരും നമ്മളെല്ലാരും പോവാണ് ഗൈസ്. ഗൈസിന്റെ വീഡിയോയില് കാണുന്നില്ലേ ഗൈസ്? അവൻ പറയുന്ന വെച്ചാല് നമ്മളെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ഷെയർ ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് എല്ലാരും പറയും. സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും എല്ലാരും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് വണ്ടിയിലേക്ക് കയറാൻ പോകണം. വണ്ടിയില് സാധനമൊക്കെ, ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതിൽ നല്ല കച്ചവടം ചെയ്തതിന്റെ ബാക്കി ബോർഡും കാര്യങ്ങളും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നീ ഇങ്ങോട്ടെടുത്ത് ഇപ്പം ബാഗും കാര്യങ്ങളൊക്കെ വെക്കണം. എൻ്റെ ബാഗ് വെച്ചു, കയറി ലഗേജൊക്കെ വെച്ചു. അപ്പം എല്ലാവരും കയറാണ് വണ്ടിയിലേക്ക്. ആദ്യം കയറുന്ന ജയാൻ ആദ്യം കയറിയിരിക്കുന്നുണ്ട്. ജയാന്റെ ജീപ്പും വണ്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതാ വണ്ടി എടുക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹലോ, നമ്മൾ പോവാണ് കേട്ടോ. പള്ളിപ്പോയിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് ഞങ്ങൾ പുറപ്പെട്ടു. വീടിന്റെ വഴിയിൽ നിന്ന് റോഡിലേക്ക് എത്തി. റോഡിൽ നിന്ന് അങ്ങനെ പോവുകയാണ്. റോഡിൽ നിന്ന് മടവൂര് പൈമ്പാലശ്ശേരി പുല്ലാലൂർക്ക് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് ഏകദേശം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പുല്ലാലൂർ ടൗണിലേക്ക്. പുല്ലാലൂർ ടൗൺ എത്തുന്ന മുമ്പായിട്ട് ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്, കുട്ടഞ്ചേരി പറഞ്ഞിട്ടുള്ള. മുട്ടഞ്ചേരി ടൗണിലേക്ക് എത്തുന്ന ആളിന് മുട്ടഞ്ചേരി ടൗൺ എത്തി. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ കൂടിയിട്ട് പുല്ലാലൂരേക്ക്.
ഈ പൈമ്പാലശ്ശേരി പുല്ലാളൂർ റോഡ് വളരെ മോശമായതാണ് ഇപ്പോൾ. നല്ല റോഡായിരുന്നു. പൈപ്പ് ലൈനിന്റെ പണിയൊക്കെ എടുത്തിട്ട് ആകെ വെട്ടിക്കളിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അങ്ങനെയും ഗട്ടറും കാര്യങ്ങളും. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഇതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് ടൂ വീലേഴ്സിനാണ്. ടൂ വീലർ ഭയങ്കര ബുദ്ധിമുട്ടത്തിൽ ഓടിച്ചു പോയി. ചില ഭാഗത്തൊക്കെ ഭയങ്കര ഗട്ടറും കാര്യങ്ങളാണ്. നമ്മളിപ്പോ പുല്ലാളൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. പുല്ലാളൂർ ടൗണെത്തി. പുല്ലാളൂരിന്ന് നേരെ പോയ നരിക്കുനി ഭാഗത്തേക്കാണ്. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കുമാരസ്വാമി റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാലത്തിൽ. പുല്ലാളൂര് കഴിഞ്ഞു, പച്ചക്കുളം കഴിഞ്ഞു. അവിടെ റോഡ് ചില ഭാഗത്ത് ഭയങ്കര ഒരു വീതി കുറവാണ്. ബസ്സൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല റോഡാണ് കേട്ടോ, പുതിയ റോഡാണ്. നല്ല പെട്ടെന്ന് എത്തും. അതാ പാലത്തെ തന്നെ ഏകദേശം പാലത്തങ്ങാടി എത്തി. പാലത്തിൽ നിന്നും വലത്തോട്ടേക്ക്. ഇത് കുറ്റ്യാടി ഡാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കനാലാണ്. ഞങ്ങളെ റോഡാണ്, വീട്ടിലോട്ടുള്ള റോഡാണ്. സൈഡിൽ കാണുന്നത് കനാലാണ്. കനാലില് ഫെബ്രുവരി മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കനാലിൽ വെള്ളം വേനലായി കഴിഞ്ഞാൽ. നല്ലൊരു പച്ചപ്പുള്ളൊരു റോഡും കാര്യങ്ങളുമാണ്. വെള്ളം വന്നു കഴിഞ്ഞാല് നല്ല ലുക്കാണ് കാണാൻ. വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു വേറെ ഇവിടെ എതിരൊരു വണ്ടി വന്ന് ഞങ്ങളെ വണ്ടി റിവേഴ്സ് എടുക്കുന്നിടത്ത് ചെറുതായിട്ടൊരു പോസ്റ്റ് ചെറുതായിട്ട് തട്ടി. ഞങ്ങള് ആ സൈഡിലോട്ട് ഞങ്ങൾ യൂട്ടേൺ എടുക്കണം. കനാലിന്റെ 2 വശത്തു കൂടെയാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. ഉള്ളത് മറ്റേ വശത്തു കൂടെ ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയെത്തി. വീടാണ് ഈ കാണുന്നതാണ് വീട്. വീട്ടില് ഇറങ്ങുന്നു. സയാൻ ഇറങ്ങി, ആത്തിക്ക് ഇറങ്ങി, സൈൻ ഇറങ്ങും. ഇറങ്ങി. ഞങ്ങളെ കാലത്ത് അവിടെ നേരത്തെ പറഞ്ഞ യുവാന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ അനിയന്, ഉമ്മ, അനിയന്റെ ഭാര്യ, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പൊ പള്ളിയിൽ പോയതാണ്. യുവാനാണ്, ഇതാണ് ഇവിടെ പറഞ്ഞ യുവാൻ, അനിയന്റെ മകൻ. ഓന് ഡയറി മിൽക്കിന്റെ ആളാണ്. ഡയറി മിൽക്ക് കണ്ടാല് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടില്ല, കണ്ടു. എന്താ സന്തോഷം. ഞങ്ങൾ വീട്ടിലോട്ട് കയറി. ഉമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായന്റെ കൂടെ നല്ല അടിപൊളി മണ്ട ഇപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ് മണ്ട. ഉള്ളില് റവ, പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രമാണ്. മധുരമാണ് കേട്ടോ അത് സംഭവം. ഇതാണ് ഞങ്ങളെ ഉണ്ണിയപ്പത്തിന്റെ നല്ലൊരു പോസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് ചായടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ ചോറിന്റെ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണിയാണ്. ദമ്മൊക്കെ പൊട്ടിച്ച് വളപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഉഷാറായിട്ട് ബിരിയാണി ഒക്കെ കൊടുക്കും അമ്മ. വിളമ്പി ടേബിളിലോട്ട് എല്ലാം എത്തിച്ചിട്ടുണ്ട്. മസാല, തൈര്, അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞു.
വൈകിട്ട് സൺഡേ ആയതുകൊണ്ട് യുവാനും ഫാമിലിയും പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ യാദൃശ്ചികമായിട്ട് നമ്മളെ ആത്മസുഹൃത്ത് അനീഷ് ചെറുപ്പം മുതലുള്ള നമ്മളെ ഇന്റർനെറ്റാണ്. അവനും ഫാമിലിയും യാദൃശ്ചികമായിട്ട് സമയം കയറി വന്നു. സന്തോഷായി. അവൻ നാളെ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകാം. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ നാളെ അഫിക്കനെ ഇതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാണ്. രാവിലെ പോകണം. 5 മണിക്ക് എണീക്കാം. 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് വിടണം. ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് കണ്ട് 9 മണിക്ക് ഡോക്ടർ വരുമ്പോഴത്തേക്ക് ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടണം. അപ്പൊ ഓക്കെ. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ മറക്കണ്ട, സ്ഥിരമായിട്ട് പറയുന്നതന്നെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നല്ല കമൻറ്റുകളും ഉപദേശങ്ങളൊക്കെ തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ